മാതർമേ മതുകൈഡഭഗ്നിമഹിഷപ്രാണാപഹാരോദ്യമേ ശേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തെംബികേ. വിപുലഗുണകദംബേ കുമ്പിടുന്നോരിലംബാർന്ന പകടനിരയമ്പേ നിക്കുമോങ്കാരമമ്പേ രിപുനിരയിലമന്ദം ചെന്നു കയറുന്നൊരമ്പേ കൃപയരുളുക എന്നിൽ ശ്രീചിറക്കാവിലമ്പേ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നവരാത്രി കാലത്ത് ദേവീ ഉപാസനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിൽ ദേവിയെയാണ് വളരെ പ്രാചീനമായിട്ടുള്ള കാലം മുതൽ നമ്മൾ ഉപാസിക്കുന്നത് എന്ന് കണ്ടു. ഭാരതം മുഴുവൻ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലും ദേവി ഉപാസനയ്ക്കാണ് ഏറ്റവും അധികം പ്രാധാന്യമെന്ന് കാണുകയുണ്ടായി. നവരാത്രി കാലത്ത് ദേവിയെ 9 ഭാവങ്ങളിലാണ് ദേവിയെ ആരാധിക്കുന്നത്. 9 ദിവസം 9 ഭാവങ്ങളിൽ. അത് കൊച്ചുകുട്ടിയുടെ ഭാവം മുതൽ ഏറ്റവും പ്രായമായ മുതുമുത്തശ്ശിയായ ഭാവം വരെയുള്ള ഭാവത്തിലാണെന്ന് പറയാം. ദേവീ മാഹാത്മ്യത്തിലെ കവചം എന്നുള്ള ഭാഗത്ത് ഇതിനെക്കുറിച്ച് ഏതൊക്കെ തരത്തിലാണ് ദേവീ കവചത്തിൽ പറയുന്നുണ്ട്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കുഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിതാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിതാഃ. 9 ദിവസം 9 പേരിൽ 9 ഭാവത്തിലാണ് ദേവി. പ്രഥമം ശൈലപുത്രി. ആദ്യത്തെ ദിവസം പ്രഥമയിലെ ദേവിയെ ശൈലപുത്രിയായിട്ട്, ശൈലം ഹിമവാന്റെ മക്കളായിട്ടുള്ള കൊച്ചു ബാലികയായിട്ടാണ് ദേവിയെ ആദ്യത്തെ ദിവസം ഉപാസിക്കുന്നത്. ദ്വിതീയം, രണ്ടാമത്തെ ദിവസം കുറച്ചും കൂടി പ്രായമായ കൗമാരപ്രായത്തിൽ ഉള്ള ഭാവത്തിലുള്ള ബ്രഹ്മചാരിണിയായിട്ടാണ് ദേവിയെ. മൂന്നാമത്തെ ദിവസം തൃതീയം ചന്ദ്രഖണ്ഡേതി, മൂന്നാമത്തെ ഭാവത്തിലെ ചന്ദ്രഖണ്ഡ യൗവനയുക്തയായിട്ടുള്ള ഭാവത്തിലാണ് ദേവിയെ ഉപാസിക്കുന്നത്. നാലാമത്തെ ദിവസം കുഷ്മാണ്ഡേതി ചതുർത്ഥകം. നാലാമത്തെ ഇതില് വിവാഹിതയായി ഗർഭവതിയായ ഭാവത്തിലാണ് ദേവി. ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ തൻ്റെ ഉദരത്തിൽ വെക്കുന്നവളാണ് ദേവി, വഹിക്കുന്നവളാണ് ദേവി. അങ്ങനെയുള്ള കുഷ്മാണ്ഡ എന്നുള്ള ഭാവത്തിലാണ് നാലാമത്തെ ദിവസം. അഞ്ചാമത്തെ ദിവസം പഞ്ചമം സ്കന്ദമാതേതി. അഞ്ചാമത്തെ ദിവസം സ്കന്ദമാത, ഒരു കുഞ്ഞിൻ്റെ അമ്മയായിട്ടുള്ള, സ്കന്ദൻ്റെ അമ്മയായിട്ടുള്ള ഭാവത്തിലാണ് അഞ്ചാമത്തെ ദിവസം. ഷഷ്ടം, ആറാമത്തെ ദിവസം ഷഷ്ടം കാത്യായനീതി ച, കുറച്ചും കൂടിയൊക്കെ പ്രായവും പക്വതയൊക്കെ ആയിട്ടുള്ള കാത്യായനി ഭാവത്തിലാണ്. ഏഴാമത്തെ സപ്തമം കാളരാത്രീതി. ഏഴാമത്തെ കാളരാത്രി, വിധവയായ സ്ത്രീയുടെ ഭാവത്തിലാണ് ഏഴാമത്തെ ദിവസം. ഇനി എട്ടാമത്തെ ദിവസമാണെങ്കിലോ മഹാഗൗരീതി ചാഷ്ടമം, മുത്തശ്ശിയായിട്ടുള്ള ഭാവത്തിലാണ്, മഹാഗൗരി എന്നുള്ള ഭാവത്തിലാണ്. ഇനി 9ാമത്തെ ദിവസം നവമം സിദ്ധിദാ പ്രോക്ത. 9ാമത്തെ ദിവസം സിദ്ധിദ അല്ലെങ്കിൽ സിദ്ധിദാത്രി എന്നും പറയും. ഇങ്ങനെ മുതുമുത്തശ്ശി ഭാവത്തിൽ, അനുഗ്രഹവർഷം ചൊരിയുന്ന ഭാവത്തിലാണ് ദേവി. ഈ 9 തിഥികളിലും 9 ഭാവങ്ങളിലാണ് ദേവി. ഇത് കൊച്ചുകുട്ടിയുടെ ഭാവം മുതൽ പ്രായമായ സ്ത്രീയുടെ വരെ ഭാവമുണ്ട്. അല്ലാതെ കണ്ടും ഈ ഓരോ ദേവതകളുടെയും സ്വരൂപം അനുസരിച്ച് പ്രത്യേകം ഭാവങ്ങളും നമുക്ക് കാണാം. എന്തായാലും ഇവയൊക്കെ നവദുർഗകൾ എന്ന് ഈ 9 പേരും അറിയപ്പെടുന്നു. ഈ 9 പേരെയാണ് നവരാത്രി കാലത്ത് ശരിക്കും നമ്മൾ ഓരോരുത്തരും ആരാധിക്കുന്നത്, പൂജിക്കുന്നത്.
ദേവിയുടെ 9 സ്വരൂപങ്ങളാണ് ഇവർ 9 പേരും. ആദ്യ ദിവസത്തിൽ കൊച്ചു കുട്ടിയായിട്ടാണ് നമ്മൾ നേരത്തെ മുമ്പ് കാണുണ്ടായി ദേവിയെ ബാലികാരൂപത്തിൽ ആരാധിക്കുന്ന സ്ഥലമുണ്ട്. അരൂര് കാർത്യായനി ക്ഷേത്രത്തിലെ ദേവി കൊച്ചുകുട്ടിയായിട്ടാണ്. ഇങ്ങനെ പല പല ഭാവങ്ങളിൽ ഓരോരോ ക്ഷേത്രങ്ങളിലും ദേവിയെ പൂജിക്കുന്നുണ്ട്. ഇത് ഒരു തരത്തിലുള്ള ഉപാസന. ഇനി ഈ നവരാത്രി കാലത്ത് 3 ദിവസം ദുർഗ, 3 ദിവസം ലക്ഷ്മി, 3 ദിവസം സരസ്വതി, അങ്ങനെയും ഉപാസിക്കുന്ന രീതിയുണ്ട്. എന്നാൽ ചില സമ്പ്രദായ പ്രകാരം ചിലപ്പോൾ ദുർഗയായിരിക്കും അവസാനത്തെ 3 ദിവസം. പ്രത്യേകിച്ചും വംഗദേശത്തൊക്കെ ദുർഗാ പൂജയ്ക്കാണ് അവസാനം പ്രാധാന്യം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അവസാനത്തെ ദിവസങ്ങളിൽ അഷ്ടമി നവമിയൊക്കെ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം. അപ്പം ഇങ്ങനെ 3 ദിവസം വെച്ച് പൂജിക്കുന്ന രീതിയുണ്ട്. 9 ദിവസം 9 ഭാവത്തിൽ ദേവിയെ പൂജിക്കുന്ന രീതിയുമുണ്ട്. എന്തു തന്നെ ആയാലും ശരി, നവരാത്രി കാലം, അത് ശാരദീയ നവരാത്രി ആയാലും ശരി, വസന്ത നവരാത്രി ആയാലും ശരി, ദേവി ഉപാസനയ്ക്കുള്ളതാണ്. പ്രത്യേകിച്ചും ശാരദീയ നവരാത്രി എല്ലാവരും നവരാത്രി ആഘോഷമായിട്ട് കൊണ്ടാടുന്ന സമയമാണ്. ഓരോ ഭാവത്തിലുള്ള ദേവിയെ ഓരോ ദിവസം പൂജിക്കണം. ഓരോ ഭാവത്തിലുള്ള ദേവിക്കും ഓരോ മന്ത്രമുണ്ട്, ഓരോ നിറത്തിലുള്ള വസ്ത്രമുണ്ട്, ഓരോ നിറത്തിലുള്ള പൂക്കളുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഒരുപോലെയുണ്ട്. നവരാത്രി കാലത്ത് ചെയ്യുന്ന, പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മണർക്കിടയിലുള്ള ഒരു സംസ്കാരം കൊലുവയ്ക്കുക. മറ്റു സ്ഥലങ്ങളിലും ഉണ്ട്, കേരളത്തിൽ അതില്ലെങ്കിലും ഇവരിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുണ്ട് കൊലുവയ്ക്കുന്ന സമ്പ്രദായം. അപ്പം അതിൽ പ്രഥമ മുതൽ നവരാത്രിക്ക് കൊലുവയ്ക്കും. അതിൽ വിവിധങ്ങളായ ദേവികളുടെ രൂപങ്ങൾ, ദശാവതാരങ്ങൾ, മറ്റ് ദേവീദേവതന്മാരെ, ഇങ്ങനെ പലതും വയ്ക്കും. വീടുകളിലും സമൂഹമായിട്ടും ഒക്കെ കൊലുവയ്ക്കുന്ന സമ്പ്രദായമുണ്ട്. അതിൽ ദേവിയെ ഒരു കുംഭത്തിൽ ആവാഹിച്ച് അതിനാണ് പ്രധാനമായിട്ടും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ 9 ദിവസം ദേവിയുടെ വിവിധ ഭാവങ്ങളെ ഉപാസിക്കുന്നു. അത് ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ഉപാസന എന്ന് മാത്രം. നമ്മുടെ കേരളത്തിലാണെങ്കിൽ അവസാനത്തെ 3 ദിവസത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ അഷ്ടമി, നവമി, ദശമി. നവമിയും കഴിഞ്ഞ് ദശമി. കാരണം കേരളത്തിലെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ ദുർഗാഷ്ടമിക്ക് നമ്മൾ പൂജ വയ്ക്കും. ദുർഗാഷ്ടമി വൈകുന്നേരം പൂജ വയ്ക്കും. മഹാനവമിക്ക് അടച്ചു പൂജ, ആയുധ പൂജ, എല്ലാ സാധനങ്ങളും പൂജ വയ്ക്കും. വിജയദശമിയുടെ അന്ന് രാവിലെ വിദ്യാരംഭം അല്ലെങ്കിൽ എഴുത്തിനിരുത്ത്. ഇതാണ് കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള സമ്പ്രദായം. പക്ഷെ ഇത് കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ദേവി ഭക്തന്മാരുള്ള സ്ഥലങ്ങളിലാണ് പ്രധാനമായും ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ സംസ്കാരത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലോ കർണാടകത്തിലൊക്കെ ഉണ്ടായേക്കാം. മറ്റ് സ്ഥലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള അഷ്ടമി, നവമി, ദശമി തിഥികളിൽ സരസ്വതി പൂജയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന സമ്പ്രദായമില്ല. പ്രത്യേകിച്ചും പൂജ വെപ്പും പൂജ എടുക്കും. ഇനി എന്താണ് പൂജ വെക്കേണ്ടത്, എന്താണ് പൂജ എടുക്കേണ്ടത്? പൊതുവെ പറയും ഗ്രന്ഥമാണ് എന്ന് പറയും. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഏറ്റവും തടിച്ച പുസ്തകം എന്നല്ല അർത്ഥം. കുട്ടികൾ പഠിക്കുന്ന പുസ്തകമെന്നോ ഓഫീസിൽ ഉപയോഗിക്കുന്ന പുസ്തകമെന്നോ ഒന്നല്ല അർത്ഥം. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ദേവി മാഹാത്മ്യമാണ്. ദേവി മാഹാത്മ്യം ആണ് പണ്ട് കാലത്ത് ഓലയിൽ എഴുതിയ ദേവി മാഹാത്മ്യമാണ് ഗ്രന്ഥം. ഇതാണ് പൂജ വെക്കേണ്ടത്. ഇതാണ് പൂജയെടുത്ത് ആദ്യം വായിക്കേണ്ടത്. വിദ്യാരംഭം കഴിഞ്ഞാൽ ആദ്യം വായിക്കേണ്ടതും ദേവി മാഹാത്മ്യം. ഇത് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രന്ഥം വയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വയ്ക്കാം. ഭഗവത്ഗീതയോ രാമായണമോ മറ്റ് ഗ്രന്ഥങ്ങളൊക്കെ വയ്ക്കാം. എന്താണ് പൂജ വെപ്പ്, എന്താണ് ഗ്രന്ഥം വെപ്പ് എന്ന് മനസ്സിലാകണം. ഇപ്പോൾ ദേവി മാഹാത്മ്യം കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് എല്ലാ ആധ്യാത്മിക പുസ്തകശാലയിലൊക്കെ കിട്ടും. പ്രത്യേകിച്ചും ക്ഷേത്രങ്ങളിലൊക്കെ അടുത്തുള്ള പുസ്തകശാലകളിൽ ദേവി മാഹാത്മ്യം കൊച്ചു പുസ്തകമാണ്.
അതിൽ 700 ശ്ലോകങ്ങളേ ഉള്ളൂ. 700 ശ്ലോകം എന്ന് പറയാൻ പറ്റില്ല, 700 മന്ത്രങ്ങളേ ഉള്ളൂ. കൊച്ചു പുസ്തകമാണ്, അത് വാങ്ങിയാൽ കിട്ടും, അർത്ഥത്തോടു കൂടി കിട്ടും, വ്യാഖ്യാനത്തോടു കൂടി ഇത് കിട്ടും. ഇതാണ് നമ്മൾ വാങ്ങിച്ച് വെച്ച് നമ്മൾ പൂജ വെപ്പിന് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റു പുസ്തകങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കാം. കുട്ടികൾ പഠിക്കുന്ന പുസ്തകങ്ങളോ ഓഫീസിലെ കാര്യങ്ങളോ ഒക്കെ വെക്കാം. പക്ഷെ ഇതാണ് ഗ്രന്ഥവും എഴുത്താണിയും പേനയുമാണ് സാധാരണഗതിയിൽ വെക്കുക. ഇനി എന്തുകൊണ്ടാണ് ദേവി മാഹാത്മ്യം? ആ ദേവിയെ ആരാധിക്കുന്ന സമയമാണ്. കേരളത്തിൽ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദേവി മാഹാത്മ്യമാണ്. നമ്മുടെ അഷ്ടമംഗല വസ്തുക്കൾ പറയും. അഷ്ടമംഗല വസ്തുക്കൾ പറയുന്ന സമയത്ത് അതിൽ ആദ്യത്തെ പേര് തന്നെ, പലതരത്തിലുള്ള അഷ്ടമംഗല വസ്തുക്കൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഗ്രന്ഥം. ഗ്രന്ഥം പുടവ വൽക്കണ്ണാടി എന്നിങ്ങനെയാ പറഞ്ഞു തുടങ്ങും. ഏതാ ഗ്രന്ഥം? ഗ്രന്ഥം ദേവി മാഹാത്മ്യം. അപ്പൊ ആ ദേവി മാഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട്. എന്തുകൊണ്ടത് ഇത്രയും പ്രസിദ്ധമായി? ദേവി ഭാഗവതം പോലുമല്ല, ലളിതാ സഹസ്രനാമം പോലുമല്ല, ദേവി മാഹാത്മ്യമാണ്. ഇതാണ് ഗ്രന്ഥമായിട്ട് നമ്മൾ പൂജയ്ക്ക് വെക്കുന്നത്. ഇപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നതും ദേവി മാഹാത്മ്യമാണ്. എന്താ ദേവി മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത? നേരത്തെ പറഞ്ഞല്ലോ, ശാക്തേയ സമ്പ്രദായം ഭാരതത്തിൽ പല സ്ഥലത്തും ഗംഭീരമായിട്ട് ഉടലെടുത്തു അല്ലെങ്കിൽ വ്യാപിച്ചു എന്നൊക്കെ. അവിടെയൊക്കെ ദേവി മാഹാത്മ്യത്തിന് പ്രാധാന്യമുണ്ട്. കേരളത്തിലാണ് ദേവി മാഹാത്മ്യം എന്നുള്ള പേരിൽ ഏറ്റവും പ്രസിദ്ധം. വടക്കോട്ട് പോയാൽ ഇതിനെ ദുർഗാ സപ്തശതി എന്നാണ് പറയുക. സപ്തശതം എന്ന് പറഞ്ഞാൽ 700 മന്ത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ദുർഗാ സപ്തശതി എന്നാണ് പറയും. ഇനി വംഗദേശത്ത് പോയാൽ ഇതിനെ ചണ്ഡി അല്ലെങ്കിൽ ചണ്ഡി പാഠം എന്നാ പറയും. അപ്പോ ഒരേ പുസ്തകത്തിന് തന്നെ പല പേരുകളുണ്ട്. ദേവിയുടെ മഹിമയെ വാഴ്ത്തുന്നതാണ്, വർണ്ണിക്കുന്നതാണ് ഇതിലെ ചരിതം. അതാണ് നമ്മൾ വായിക്കേണ്ടതും പഠിക്കേണ്ടതും. ഒരുപക്ഷെ ദേവി ഉപാസകർ എന്ന നിലയ്ക്ക് നമ്മുടെയൊക്കെ കുലദേവത ദേവിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ഗ്രന്ഥത്തെ വായിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യണം. എന്താണ് ദേവി മാഹാത്മ്യത്തിലുള്ളത്, അത് എങ്ങനെയാണ് വായിക്കേണ്ടത് തുടങ്ങി പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം.